ഹലോ ഹലോ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയാണ്. ആരാണ്? പേര് പറയൂ. മുഹമ്മദ് അദിയാൻ. അദ്യാൻ ഇപ്പൊ ഏത് ദ്വീപ് എന്നാ വിളിക്കുന്നേ? ആന്ധ്ര തായ്ലൻഡിൽ നിന്ന്. ആന്ധ്രോത്തുകാരൻ തന്നെയാണോ? ആ. ഓക്കെ. അദ്യാൻ ഇപ്പൊ ഏത് ക്ലാസ്സിലാണ്? 5ലേക്ക്. 5ലേക്ക് പാസ്സായിരിക്കാണ് അല്ലേ? ആ. എവിടെയാ പഠിച്ചത്? ആന്ധ്രോത്ത് തന്നെയാണോ? ഇല്ല, പിന്നെ കവരത്തിയിൽ നിന്ന്. കവരത്തി ഏത് സ്കൂളിലായിരുന്നു? ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ സൗത്ത്. 4 വർഷം ഇവിടെ തന്നെയാണോ പഠിച്ചത്? അല്ല, 2ാം ക്ലാസ് മുതൽ കവരത്തി വരെയാണ്. 2ാം ക്ലാസ് മുതലാണ് കവരത്തി. അപ്പോ 1ാം ക്ലാസ് ഒക്കെ എവിടെയാ പഠിച്ചേ? ആന്ധ്ര. പിന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട് വന്നതായിരിക്കും അല്ലേ? അതെ. ബാപ്പയാണോ ജോലി ചെയ്യുന്നത്? അതെ. ബാപ്പയുടെ പേരെന്താ? ജലാലുദ്ദീൻ. ജലാലുദ്ദീൻ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഉമ്മയോ? ഹൗസ് വൈഫ്. ഉമ്മയുടെ പേരെന്താണ്? ഷഫീഖ മൈമുനത്ത്. ഷഫീഖ മൈമുനത്ത്. അതിയാന് വേറെ ആരെങ്കിലും ഉണ്ടോ വീട്ടില്? സിസ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടോ? അല്ല ബ്രദേഴ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒറ്റ മോനാണ്. ആ. അപ്പൊ അതിന്റെ കുറുമ്പൊക്കെ കാണിക്കാറുണ്ടോ? അതെ. കാണിക്കാറുണ്ടല്ലേ. ഉമ്മയും ബാപ്പയും ഇതുവരെ തല്ലിയിട്ടുണ്ടോ? കുറച്ചൊക്കെ ആലോചിച്ചുണ്ട്. ആരാ കൂടുതൽ തല്ലിയത്, ഉമ്മയാണോ ബാപ്പയാണോ? ഉമ്മ. ഉമ്മയാണ്. ഉമ്മ അടുത്ത് നിൽക്കുന്നുണ്ടോ? ആ. വേദനിച്ചിട്ടുണ്ടോ തല്ലിയപ്പോ? നോ. അതിയാന് ഉമ്മ ഇപ്പൊ തല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഓ. എന്തിനൊക്കെയാണ് ഉമ്മ തല്ലിയത്? എന്തേലും കുരുത്തക്കേട് കാണിച്ചിട്ടല്ലേ? യെസ്. ഏതെങ്കിലും ഒരു അനുഭവം പറയാൻ പറ്റുമോ അതിയാന്? ഇല്ല. ഓർമ്മയില്ലേ? ആലോചിക്കട്ടെ. ആലോചിച്ച് നോക്ക്. ഈ അടുത്തായിട്ട് ഉമ്മ എന്തെങ്കിലും കാര്യത്തിന് അതിയാന് തല്ലിയിട്ടുണ്ടോ? ആ. എന്തിനായിരുന്നു തല്ലിയത്? മൊബൈൽ കണ്ടത്. മൊബൈൽ കണ്ടതിന്. ഒരുപാട് സമയം മൊബൈൽ കണ്ടായിരുന്നോ? യെസ്. അതിനാണ് ഉമ്മ തല്ലിയത് അല്ലേ? യെസ്. അപ്പൊ ഉമ്മ കാര്യത്തിനല്ലേ തല്ലിയത് ഇല്ലേ? യെസ്. പിന്നെ അധിക സമയം മൊബൈൽ കാണാൻ പാടുണ്ടോ? ഇല്ല. ഇല്ല അല്ലേ? കണ്ണിന് നല്ലതല്ലല്ലോ അതില്ലേ? യെസ്. നമ്മുടെ ഹെൽത്തിനെ ഒന്നാകെ ബാധിക്കൂലേ അത്? യെസ്. പിന്നെ വേറെന്തൊക്കെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്? അത് ഞാൻ കളിക്കാനൊക്കെ ഇഷ്ടമാണോ? യാ. ഏതൊക്കെ കളികളാ ഇഷ്ടം? ഫുട്ബോൾ, ബാഡ്മിന്റൺ, ഡോഡ്ജ് ബോൾ, വോളിബോൾ. ഓക്കെ. അപ്പൊ അതൊക്കെ കളിക്കാറുണ്ട് അല്ലേ? യെസ്. അങ്ങനെ കവരത്തിയിലുള്ളപ്പോ കളിക്കോ അല്ല ഇപ്പൊ ആന്ധ്രത്തിൽ പോയപ്പോ ആണ് കളിക്കാറ്? കവരത്തി. കവരത്തിന്ന് കളിക്കാറുണ്ട്. ഇവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും അല്ലേ? ആ. അവിടെ ആന്ധ്രത്ത് പോയപ്പോ ഇപ്പൊ വെക്കേഷനിൽ എന്തൊക്കെയാ പരിപാടി? അപ്പൊ കളിയൊന്നും ഇല്ലേ? ഉണ്ട്. കളിക്കണം കേട്ടോ. വൈകുന്നേരങ്ങളിൽ കളിക്കാൻ പോവാ. ആ. ഉച്ച സമയത്തൊന്നും കളിക്കണ്ട, നല്ല ചൂടല്ലേ? ആ. വെയിലത്തൊന്നും അധികം പോവണ്ട, വൈകുന്നേരങ്ങളിൽ കളിക്കാൻ പോവാട്ടോ കൂട്ടുകാരോടൊപ്പം. അതിയാൻ ഇപ്പൊ വിളിച്ചിരിക്കുന്ന പരിപാടി ഏതാന്നുള്ളത് അതിയാൻ അറിയോ? ഗ്രീൻ ക്വിസ്. ഗ്രീൻ ക്വിസ് കേട്ടിട്ടുണ്ടോ നേരത്തെ? അപ്പൊ നമ്മൾ ഇതില് 10 ചോദ്യങ്ങളാണ് ചോദിക്കാല്ലേ? യെസ്. അതിയാൻ ആൻസർ പറയാനായിട്ട് റെഡിയാണോ? യെസ്. അപ്പൊ നിങ്ങൾക്ക് 10ല് 10 മാർക്ക് നേടാല്ലേ? എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അതിയാൻ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് ഉത്തരം പറയാം. ഉമ്മയോടൊന്നും ചോദിക്കരുത് കേട്ടോ. ഒറ്റ ഒരെണ്ണത്തിന്റെയും ആൻസർ ഉമ്മയോട് ചോദിക്കരുത്, കാരണം എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. ഹലോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് ആലോചിച്ചിട്ട് ഉത്തരം പറയാ. 10ൽ 10 മാർക്കും കിട്ടട്ടെ കേട്ടോ. ഓക്കെ. ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. സഹാറ ഡെസേർട്ട് ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആഫ്രിക്ക. ആഫ്രിക്ക. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ചോദിച്ചപ്പോ തന്നെ ആൻസർ വന്നു കേട്ടോ. നല്ല മിടുക്കനാണല്ലോ. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെസേർട്ട് ഏതാ? താർ ഡെസേർട്ട്. ഓക്കെ. താർ ഡെസേർട്ട് ഏത് സ്റ്റേറ്റിലാണുള്ളത്? രാജസ്ഥാൻ. വെരി ഗുഡ്. അപ്പൊ നമ്മളിപ്പോ ചോദിച്ചത് സഹാറ മരുഭൂമിയെ കുറിച്ചാണല്ലേ? ഇത് ആഫ്രിക്കയുടെ വടക്കേ ഭാഗത്തായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ചൂടുള്ള അല്ലെങ്കിൽ ഉഷ്ണ മരുഭൂമി കൂടിയാണ് സഹാറ മരുഭൂമി. ഓക്കെ. ഇനിയിപ്പോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, പറക്കാൻ കഴിയാത്ത പക്ഷി പക്ഷേ വളരെ വേഗത്തിൽ ഓടാൻ അറിയുന്ന പക്ഷി ഏതാണ്? ഓസ്ട്രിച്ച്. ഉത്തരം ശരിയാണ്. പറക്കാൻ കഴിയാത്തതും എന്നാൽ വളരെ വേഗത്തിൽ ഓടാൻ അറിയുന്നതുമായ പക്ഷി ഒട്ടകപ്പക്ഷിയാണ് അല്ലേ? മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗതയിൽ ഇവയ്ക്ക് ഓടാൻ സാധിക്കും. ജീവിച്ചിരിക്കുന്നവയിൽ വെച്ച് ഏറ്റവും വലിപ്പവും ഭാരവുമുള്ള പക്ഷിയും ഒട്ടകപ്പക്ഷിയാണ്. എമു, കാസോവറി എന്നിവയാണ് വേഗത്തിൽ ഓടാൻ കഴിയുന്ന മറ്റ് പറക്കാത്ത പക്ഷികൾ. ഓക്കെ. കിട്ടിയോ? ഇപ്പൊ കുറച്ചധികം വിവരങ്ങൾ കൂടി കിട്ടിയില്ലേ? ഒട്ടകപ്പക്ഷിയാണ് ഏറ്റവും വേഗത്തിൽ ഓടുന്നത് അല്ലേ? എത്ര കിലോമീറ്റർ ഇപ്പൊ നമ്മൾ പറഞ്ഞു? 70. മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗതയിൽ ഇവയ്ക്ക് ഓടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്.
ദീർഘമായ കഴുത്തുള്ളതും സാധാരണയായി ശാന്ത സ്വഭാവമുള്ളതുമായ മൃഗം ഏതാണ്? ജിറാഫ്. ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പോൾ 3 ചോദ്യങ്ങൾക്കും ഉത്തരം ശരിയായിട്ട് വന്നിരിക്കുകയാണ്. ശാന്തമായ പ്രകൃതക്കാരായ ഇവ സാധാരണയായി മനുഷ്യരെയോ മറ്റ് മൃഗങ്ങളെയോ അകാരണമായി ആക്രമിക്കാറില്ല. നമ്മൾ ജിറാഫ് ആരെയും ആക്രമിച്ചതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല അല്ലേ? ഇല്ല. നമ്മൾ അല്ലാതെ ഒന്ന് ന്യൂസൊക്കെ കാണാറുണ്ട്. കടുവയോ അല്ലെങ്കിൽ സിംഹം, പാമ്പ് ഇതൊക്കെ ആക്രമിക്കാറുണ്ട് അല്ലേ? ജിറാഫ് ഇതുവരെ ആരെയും ആക്രമിച്ചിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ ഒരു ശാന്ത സ്വഭാവക്കാരനാണ് പാവം നമ്മുടെ ജിറാഫ് അല്ലേ? ജിറാഫിന് ഇഷ്ടാണോ? അധികം ജിറാഫിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല ഇതുവരെ. സൂയിൽ എങ്ങാനും പോയിട്ടുണ്ടോ? പോയിട്ടില്ല. അപ്പൊ ഉമ്മയോടും ബാപ്പയോടും പറ വെക്കേഷനില് എവിടെയെങ്കിലൊക്കെ സൂ ഒക്കെ കാണിച്ചു തരാൻ. പുസ്തകത്താളുകളിൽ പഠിച്ച ഒരുപാട് മൃഗങ്ങളെയൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റൂലോ അല്ലേ? 4ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എന്തായാലും അതിയാൻ അറിയാൻ പറ്റും. കാരണം അതിയാൻ ഇഷ്ടപ്പെട്ട ഒരു ഗെയിമിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഒരു ഫുട്ബോൾ ടീമിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? 11. ഉത്തരം ശരിയാണ്. അപ്പൊ നമ്മള് 11 മെമ്പേഴ്സ് ആണ് ഫുട്ബോൾ ടീമിൽ ഉണ്ടാവുക അല്ലേ? അതില് ഗോൾ കീപ്പർ ആയിട്ട് എത്ര പേരുണ്ടാവും? ഒരാള്. പിന്നെ ബാക്കി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ബാക്കി 10 പേരുണ്ട്. അതിൽ 10 പേര് ഇതിലൊക്കെ കൊടുക്കും നമ്മള്. 11-ൽ 1 ഗോൾ കീപ്പറും ബാക്കി 10 പേര് ഔട്ട്ഫീൽഡ് കളിക്കാർ എന്ന് പറയും. അല്ലെങ്കിൽ അതിന് ഡിഫൻഡർമാർ, മിഡ് ഫീൽഡർമാർ, ഫോർവേഡുകള് അങ്ങനെയൊക്കെ പോകൂലേ? നമ്മള് 5ാമത്തെ ചോദ്യം. ലക്ഷദ്വീപിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? കവരത്തി. ഉത്തരം തെറ്റാണ്. തെറ്റിപ്പോയല്ലോ. അതെന്താ കവരത്തി പറയാൻ കാരണം? കവരത്തി അല്ലാട്ടോ, അഗത്തി ബംഗാരം. അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രം എന്ന് പറയുന്നത് ബംഗാരാണ്, അഗത്തി ദ്വീപിലുള്ള. ഓക്കെ, 5ാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ തെറ്റിപ്പോയിട്ടോ. അറിയാമായിരുന്നു അല്ലേ? എന്തായാലും ഇപ്പൊ പുതിയൊരു അറിവ് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ കവരത്തി നമ്മുടെ ക്യാപിറ്റൽ ആണ് അല്ലേ? അപ്പൊ അതിയാന്റെ ദ്വീപ് ഇപ്പൊ ആന്ത്രൂത്ത് എന്നല്ലേ പറഞ്ഞത്? ആന്ത്രൂത്തിന്റെ പ്രത്യേകത എന്താ? ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ഐലൻഡ് ആണ്. അപ്പൊ ഏറ്റവും ചെറിയ ഐലൻഡ് ഏതാണാവോ? ബിത്ര. ഓക്കെ, അപ്പൊ അതൊക്കെ അറിയാലേ. അപ്പൊ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ പ്രശസ്തമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രം? അഗത്തി ബംഗാരം. ഓക്കെ, നമ്മൾ 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഭൂമിക്ക് ഏറ്റവും അടുത്ത നക്ഷത്രത്തിന്റെ പേര് എന്താണ്? സൺ. ഉത്തരം ശരിയാണ്. ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ്. നമുക്ക് 7ാമത്തെ ചോദ്യം. തേൻ ഉണ്ടാക്കുന്ന ചെറിയ ജീവി ഏതാണ്? ഹണീബി. ഉത്തരം ശരിയാണ്. പൂക്കളിൽ നിന്നും പഴങ്ങളിൽ നിന്നും പൂന്തേൻ ശേഖരിച്ച് അത് സംസ്കരിച്ചാണ് തേനീച്ചകൾ തേൻ ഉണ്ടാക്കുന്നത് അല്ലേ? തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം പൂക്കളിൽ പരാഗണം നടത്തി കാർഷിക വിളകളുടെ ഉൽപാദനത്തിന് തേനീച്ചകൾ വലിയ പങ്ക് വഹിക്കുന്നു. ഓക്കെ, ഞാൻ ഇത് കണ്ടിട്ടുണ്ടോ? തേനീച്ചകളെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എവിടെന്നാ കണ്ടേ? സ്കൂളിൽ നിന്ന്. എന്റെ കൂട്ടുകാരനെ പിറകിൽ നിന്ന് പറക്കുന്നുണ്ടായിരുന്നു. കൂട്ടുകാരനെ? പിറകിൽ ഒരു മരം ഉണ്ടായിരുന്നു, അതിന്റെ ചുറ്റും 2-3 തേനീച്ചകൾ പറക്കുന്നുണ്ട്. അവിടെ അത് എന്തിനാണോ വന്ന് അവിടെ തേനെന്തെങ്കിലും ശേഖരിച്ചിട്ടുണ്ടായിരുന്നോ? തേനീച്ച അവിടെ കൂടെന്തെങ്കിലും കൂട്ടിയിട്ടുണ്ടായിരുന്നോ? ഞങ്ങളതൊന്നും കണ്ടില്ല. നിങ്ങൾ നോക്കിയായിരുന്നോ ആ മരത്തില്? കണ്ടില്ല അല്ലേ? ചെലപ്പോ ഉണ്ടാവും, ചെറിയ കൂട് കൂട്ടുന്നുണ്ടാവും. 8ാമത്തെ ചോദ്യം ചോദിക്കാല്ലേ? വിസ്തൃതി പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? റഷ്യ. ഉത്തരം ശരിയാണ്. ലോകത്തിലെ ആകെ കരഭാഗത്തിന്റെ ഏകദേശം 11% റഷ്യയിലാണ്. കാനഡ, ചൈന, അമേരിക്ക എന്നിവയാണ് തൊട്ട് പിന്നിലുള്ള മറ്റ് രാജ്യങ്ങൾ വലിപ്പത്തില്. ഓക്കെ, അപ്പോ 7, 8 ഒക്കെ ശരിയാണ്. 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടേ നമുക്ക് കുറച്ച് വിശേഷങ്ങളാവാം അല്ലേ? അത് ഞാൻ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത് എവിടെയാണാവോ? ഇവിടെ കവരത്തിയിലാണോ ആന്ത്രൂത്തിലാണോ? കവരത്തിയിലാണ്. കവരത്തിയിലുള്ള ഫ്രണ്ട്സ് കവരത്തിക്കാർ തന്നെയാണോ, അല്ല വേറെ ദ്വീപിൽ നിന്നുള്ളവരൊക്കെ ഉണ്ടോ അതില്?
വേറെ ദ്വീപിൽ നിന്ന് പല ഭാഷകൾ സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. ആഹാ, ഏതൊക്കെ ദ്വീപിൽ നിന്നുള്ള കൂട്ടുകാരൊക്കെ ഉണ്ട് അതിയാന്? കൊച്ചിയിൽ നിന്നുണ്ട്, അഗത്തിയിൽ നിന്നുണ്ട്, അമേനിയിൽ നിന്നുണ്ട്, മിനിക്കോയിൽ നിന്നുണ്ട്, ആന്ധ്രത്തിൽ നിന്നുണ്ട്. കൊറേ ദ്വീപിൽ നിന്നുള്ളവരൊക്കെ വന്നൂല്ലേ അതില്? അപ്പൊ ഇവരുടെയൊക്കെ ഭാഷ അതിയാന് സംസാരിക്കാൻ അറിയാവോ? അഗത്തിക്കാരുടെ ഭാഷ, മിനിക്കോയ്ക്കാരുടെ ഭാഷ അറിയോ? മഹൽ അറിയോ സംസാരിക്കാൻ? അതൊക്കെ എനിക്കറിയില്ല. അറിയില്ല, എന്നാലും കേൾട്ടാ മനസ്സിലാവോ? അത് മനസ്സിലാവും. ഓക്കെ ഓക്കെ. പിന്നെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്, ഉമ്മയും ബാപ്പയും അല്ലാതെ? ഗ്രാൻഡ് മദറിന്റെ അമ്മ ഉണ്ട്, ഗ്രാൻഡ് മദർ ഉണ്ട്, ഗ്രാൻഡ് ഫാദർ ഉണ്ട്, കസിൻ ഉണ്ട്, അങ്കിൾ ഉണ്ട്, ആന്റി ഉണ്ട്. ഈ ഗ്രാൻഡ് മദറിന്റെ മദർ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ വല്യമ്മക്ക് ഒരുപാട് വയസ്സായിട്ടുണ്ടാവില്ലേ? എത്ര വയസ്സായി? 76 ഏകദേശം 76 അല്ലേ? എന്നിട്ട് വല്യമ്മ അതിയാനോടൊക്കെ സംസാരിക്കോ? ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തരാറുണ്ടോ? അത് ഞാൻ ചോദിക്കാട്ടോ, ഇപ്പൊ വെക്കേഷൻ അല്ലേ, ഒരുപാട് സമയം കിട്ടുമല്ലോ ഉമ്മയോടൊക്കെ സംസാരിക്കാൻ. അപ്പൊ അവരോടൊക്കെ സംസാരിച്ചിട്ട് പണ്ടത്തെ കാലത്ത് അവരൊക്കെ എങ്ങനെയൊക്കെയാണ് ജീവിച്ചെന്നുള്ളതൊക്കെ ചോദിക്കാട്ടോ. അത് ഞാൻ ഇപ്പോ ഒരു കളിപ്പാട്ടം വേണമെന്ന് തോന്നിയാല് ഉമ്മയും ബാപ്പയും വാങ്ങിച്ചു തരാറുണ്ടോ? വാങ്ങിച്ചു തരാറുണ്ട് അല്ലേ? അപ്പൊ വല്യമ്മയുടെ അമ്മയുണ്ടല്ലോ അവിടെ, ആ അമ്മയോട് ചോദിക്ക അവരുടെ കാലത്തിലൊക്കെ അവർ ആഗ്രഹിച്ചതൊക്കെ അവർക്ക് കിട്ടിയിരുന്നോന്ന് ചോദിക്കാട്ടോ. സംസാരിക്കണം കേട്ടോ അവരോടൊക്കെ. അത് ഞാൻ എന്ത് പറഞ്ഞിട്ടാ വിളിക്കാറ്? ഉമ്മമ്മ. അപ്പൊ ഉമ്മയുടെ ഉമ്മനെ എന്തെന്ന് വിളിക്കും? വല്യമ്മ. മറ്റേത് ഉമ്മമ്മ, ഇത് വല്യമ്മ അല്ലേ? അപ്പൊ ഉമ്മമ്മയോടും വല്യമ്മയോടൊക്കെ അന്വേഷണം പറയാട്ടോ. വല്യമ്മയുടെ പേരറിയോ? സുഹറാബി. പിന്നെ ഇപ്പൊ ഉമ്മമ്മ എന്ന് പറഞ്ഞില്ലേ, ഉമ്മമ്മയുടെ പേരെന്തെന്നാ? റഹ്മത്ത്. അപ്പൊ റഹ്മത്തിനും സുഹറാബിക്കും ആകാശവാണി കവരത്ത് നിലയത്തിന്റെ അന്വേഷണമൊക്കെ അറിയിക്കാട്ടോ. അതിയാന്റെ പരിപാടി വരുമ്പോ അവരെയും കൂടി കേൾപ്പിക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഭൂമിയിലെ ഏറ്റവും വലിയ കരമൃഗം ഏതാണ്? ആഫ്രിക്കൻ എലഫന്റ്. ആഫ്രിക്കൻ എലഫന്റ്, ഉത്തരം ശരിയാണ്. ഭൂമിയിൽ നിലവിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ കരമൃഗം ആഫ്രിക്കൻ ആനയാണ്. ഏകദേശം 2800 മുതൽ 6000 കിലോഗ്രാം വരെയാണ് ഇവയ്ക്ക് ഭാരം. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി നീലത്തിമിംഗലം. വെരി ഗുഡ്, നീലത്തിമിംഗലമാണ്. പക്ഷെ കരമൃഗങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? ആഫ്രിക്കൻ എലഫന്റ്. ഓക്കെ. അപ്പൊ നമ്മൾ 10ാമത്തെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാണല്ലേ. 10ാമത്തെ ചോദ്യം ചോദിക്കാല്ലേ? ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറുകളുണ്ട്? 24 മണിക്കൂർ. 24 മണിക്കൂറുകൾ, ഉത്തരം ശരിയാണ്. അതിൽ എത്ര മിനിറ്റുകളുണ്ട്? 1440 മിനിറ്റുകളും 86,400 സെക്കൻഡ്സുമാണ് ഉള്ളത്. ഓക്കെ. അതിയാനേ, ഇതേ നമ്മളപ്പോ 10 ചോദ്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എത്ര മാർക്ക് കിട്ടി? 9. ഒന്ന് മാത്രമേ തെറ്റിപ്പോയിട്ടുള്ളൂ. അത് തെറ്റിയത് നമ്മുടെ ലക്ഷദ്വീപിനെ കുറിച്ചുള്ള ഒരു ചോദ്യമായിരുന്നു അല്ലേ? എന്തായാലും ഇപ്പൊ അതിന്റെ ഉത്തരം കിട്ടിയില്ലേ? ലക്ഷദ്വീപിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? അഗത്തി ബംഗാരം. അപ്പൊ ഇനി അത് മറക്കണ്ട കേട്ടോ. അത് ഞാനൊരു പാട്ട് പാടുന്നോ? പാടിക്കുവന്നാ, ചെറിയൊരു പാട്ട് പാടും. കുഴപ്പമില്ല, കുറച്ച് സമയമേ ഉള്ളൂ കേട്ടോ. പാടിക്കോട്ടോ. കണ്ടപ്പോ അടിവാരത്തില് മഞ്ഞുള്ള രാത്രി എന്റെ ചിരിയത്തി കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാതി കരിമിരിയുള്ള കലവാണി കൂന്തല് കണ്ടപ്പോ കണ്ണൊന്നു വടക്കി ചിരിക്കലക്കണ കല്യാണി നിന്റെ പാറത്ത പുള്ളി എന്നെ കുടുക്കിന്റെ കണ്ണില് കണ്ട് കയ്യിലെ മഴ കണ്ട് കാലിലെ വിരത്തിട്ട് എന്നെ കൊടുക്കി അരയിലെ അരഞ്ഞാനും വെട്ടക്കെട്ട് വെട്ടക്കുമ്പോഴത് മോഹത്തിൽ അടുപ്പത്തിലെടുക്കുമ്പോ നീയരുത്തി നോട്ടത്തിൽ നിനക്കൊരു ചങ്കൊന്ന് കിടക്കണമെന്നോ നീയരുത്തി. എങ്ങനെ, ഇത് ഇഷ്ടമുള്ള പാട്ടാണോ? അപ്പൊ ഇതേപോലുള്ള പാട്ടൊക്കെയാണോ, റാപ്പ് സോങ്സ് ഒക്കെയാണോ ഇഷ്ടം? ഓക്കെ. അപ്പൊ അതിയാനെ നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. അതിയാനപ്പൊ എന്തായാലും എൻജോയ് ചെയ്യാട്ടോ വെക്കേഷനൊക്കെ. വല്യമ്മ ഉണ്ട്, ഉമ്മുമ്മ ഉണ്ട്, ഉമ്മയുണ്ട്, കസിൻസ് ഉണ്ട് അല്ലേ, അങ്കിൾ ഉണ്ട്, ആന്റി ഉണ്ട്, ഒരുപാട് പേരുണ്ട് അല്ലേ അടുത്ത്? വല്യച്ഛനൊക്കെ ഉണ്ട്. പണ്ട് വല്യച്ഛന്റെ പേര് പറയോ? കാസിം. വീട്ടുപേര് എന്തെന്നാ? ലാവനക്കൽ.
ഓക്കെ, അപ്പോൾ എല്ലാവരോടും അന്വേഷണം പറയാ, എല്ലാവരോടും അതിയാന്റെ പരിപാടി കേൾക്കാനായിട്ട് പറയാട്ടോ. ഓക്കെ. ഓക്കെ, അപ്പോൾ നല്ല കുട്ടിയായിട്ട് വെക്കേഷൻ എൻജോയ് ചെയ്യാ. വിളിച്ചതിന് ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം. ഓ. അതെ, 9 മാർക്ക് കിട്ടി, അതും മറക്കണ്ട, നല്ല മിടുക്കനാണ്. ഓക്കെ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ബൈ. ബൈ. ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വിസ്. ഈ പരിപാടി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.